പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് വാസുദേവി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. എൻ്റെ പ്രിയപ്പെട്ട ഇപ്പം നിയോഗം ഓർക്കണം. ഇന്ന് പോകേണ്ട വഴികൾ, ചെയ്യേണ്ട ജോലികൾ, കണ്ടുമുട്ടേണ്ട വ്യക്തികൾ, ഇടപെടുന്ന സ്ഥാപനങ്ങൾ, പണം കൈമാറ്റം ഉണ്ടെങ്കിൽ അത്, വസ്തു കൈമാറ്റം ഉണ്ടെങ്കിൽ അത്, രേഖകൾ കൈമാറുന്നുണ്ടെങ്കിൽ അത്, അഡ്വാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്, ആരെങ്കിലും കൂടെ എന്തെങ്കിലും കാര്യത്തിന് പോകുന്നുണ്ടെങ്കിൽ അത്, ഇതെല്ലാം ഇന്നത്തെ കാര്യങ്ങളാണ്. ഇന്നത്തെ കാര്യത്തിലുള്ള അനുഗ്രഹം ഇന്ന് കർത്താവ് നൽകുന്നൊരു ശുശ്രൂഷയാണ് കൃപാസനത്തിൻ്റെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് അഭിഷേക പ്രാർത്ഥനയ്ക്ക് പോവാം. ഇന്നത്തെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ അനുഗ്രഹ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുന്നത്. നിങ്ങളിത് ഷെയർ ചെയ്യണം കേട്ടോ. 10 മനുഷ്യർ രാവിലെ നിങ്ങളുടെ പേരിൽ കർത്താവിൻ്റെ വചനം കേട്ട് എഴുന്നേക്കട്ടെ. ആ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നൊരു മഹത്വപ്രവ ശുശ്രൂഷയായിട്ടും നിങ്ങളുടെ പേര് വരട്ടെ. അപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവും. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കണ്ണടച്ച് കൈകൾ കൂപ്പി ഓരോ പ്രാർത്ഥന കഴിയുമ്പോൾ ആമീൻ ആമീൻ എന്ന് പറയണം. ഇപ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. കർത്താവ് ഞാൻ നിന്റെ ഉന്നതമായ നാമത്തെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ഭൂഖണ്ഡങ്ങളിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് രാജ്യങ്ങളിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം അനുഗ്രഹത്തിൻ്റെ അഭിഷേകകരം നിങ്ങളെ സ്പർശിക്കട്ടെ. രോഗികളെ കർത്താവ് അടിപ്പിടർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിച്ചുകൊണ്ട് രോഗികളിൽ നിന്ന് കർത്താവ് രോഗങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. കർത്താവെ, അസ്ഥികൾക്ക് വേദനയുള്ളവരുണ്ട്. മരുന്ന് കഴിക്കുമ്പോൾ ഗ്യാസായിട്ട് അതുപോലെ വയറൊക്കെ വീർത്ത് പിന്നെ ഭക്ഷണം പോലും ഇറങ്ങാതെ പിന്നെ എന്തെല്ലാം തരത്തിലുള്ള അസ്ഥി ആ ഓപ്പറേഷൻ വന്നിട്ടുള്ള ആൾക്കാർ, ഒടിഞ്ഞിട്ടുള്ളവരും ചതഞ്ഞിട്ടുള്ളവരും ചിന്നിട്ടുള്ളവരൊക്കെ അവർ കഴിക്കുന്ന മരുന്ന് കൊണ്ട് കർത്താവ് എന്തെല്ലാം ദുരിതങ്ങൾ അവർ അനുഭവിക്കുന്ന ഈശോയെ, മരുന്നിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ രോഗപീഡിതരും രോഗബാധിതരായിട്ടുള്ളവരെ സ്വന്തം സ്വകാര്യമായ കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്നവരുണ്ട്. ആരോഗ്യത്തോടെ നല്ലവണ്ണം ജോലി ചെയ്ത ആൾക്കാർ കിടപ്പിലായവരുണ്ട്. അവരുടെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് വീട്ടിലും ആശുപത്രിയിലും നിൽക്കുന്നവരുണ്ട് ഈശോയെ. അവിടെയൊക്കെ മനസ്സിടിഞ്ഞിട്ട് എപ്പോൾ വീട്ടിൽ പോകാൻ പറ്റും, എങ്ങനെ ജീവിക്കും,
ഇങ്ങനെയൊക്കെ ഉള്ള ആകുലത കൊണ്ട് ഈശോയെ, പ്രിയപ്പെട്ടവർ മരിച്ചു പോയവരുണ്ട് ഈശോയെ, പ്രിയപ്പെട്ടവർ രോഗികളായവരുണ്ട് ഈശോയെ, രൂപപ്പെട്ടവർക്ക് തന്നെ അവിടെ പണി മുട്ടണ രീതിയിലുള്ള രോഗത്തിൽ അപകടം വന്നപ്പെട്ടവരുണ്ട് ഈശോ. അവരെല്ലാവരെയും നിനക്ക് ഞാൻ സമർപ്പിക്കണം ഈശോ. ഈശോയെ, ഞാൻ ഒത്തിരിയേറെ നിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ കർത്താവ് നിന്നിൽ ആശ്രയിച്ചു കൊണ്ട് ഈശോയെ, മനുഷ്യന്മാരുടെ ജാതിയും മതവും ഒന്നും നോക്കാതെ അവരുടെ സങ്കടങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് അവരെ സ്നേഹിക്കുന്ന ദൈവമേ, നിൻ്റെ വലിയ ചൈതന്യം മക്കളിലേക്ക് ആവശ്യിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പീഡിതര്, വ്യതിതര്, സങ്കടക്കാര്, ആകുല ചിത്തര്, അവരുടെ ഹൃദയത്തിൽ എപ്പോഴും രക്തം കിരിയുന്ന അനേകം മക്കളുണ്ട് ഈശോയെ, കണ്ണ് തോരാത്ത മക്കളുണ്ട് ഈശോയെ, ദീർഘനിശ്വാസം എപ്പോഴും ഓരോ കാര്യം ഓർത്തിട്ട് വന്നിട്ടുണ്ട്, പേടിക്കുന്നുണ്ട് ഈശോയെ, സത്യം പറഞ്ഞാൽ ആരും ഇല്ലാതിരിക്കുന്നവരുണ്ട് ഈശോയെ. അങ്ങനെ ഓരോ തരത്തിലും ഓരോ തരം വേദന അനുഭവിക്കുന്നവർ, അവരുടെ ഓരോരോ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവർ, പല ഉത്തരവാദിത്വം നിർവഹിക്കുന്ന അധികാരികളെ പേടിച്ച് ജീവിക്കേണ്ട ആൾക്കാരുണ്ട് ഈശോയെ. ബ്ലേഡ് പലിശക്ക് പണമെടുത്തതിന് ശേഷം ജപ്തിയിലേക്ക് വരുമോ ഇതിന് അതുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈശോയെ. നമുക്ക് അഭിമാനത്തോടെ ജീവിച്ചവർക്ക് തലകുനിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥയിൽ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്നുണ്ട് ഈശോയെ. കയ്യിൽ നിന്ന് വന്ന അബദ്ധങ്ങൾ, തെറ്റായ കാര്യങ്ങൾ മനുഷ്യർ പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ ആ സമൂഹത്തിൽ തലയെടുപ്പോഴും ജീവിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന, തെറ്റായ ആക്ഷേപിക്കുക. അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കർത്താവെ, തെറ്റ് ചെയ്ത പോലെ മറ്റുള്ളവർ തരം കിട്ടിയപ്പോൾ അവരെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും അവരുടെ മനസ്സിനെ ഇടിച്ചു കളയുകയും അവരെ കരുതുകയും ചെയ്തിട്ടുള്ളവരുണ്ട്. എല്ലാവർക്കും കർത്താവെ നീ മാത്രമാണ് എല്ലാവരുടെയും ഉത്തരം കർത്താവെ. എല്ലാവരും ഓരോ കാര്യങ്ങൾ ഇടപെടുന്നതിൽ അവർക്ക് അവരുടെ ലക്ഷ്യം കൊണ്ട് ഈശോയെ, ഒരു ലക്ഷ്യമില്ലാത്തത് നീ മാത്രമാണ് കർത്താവെ. നീ അവരെ ശ്രദ്ധിക്കണമേ. പെട്ടുപോയെന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് ഈശോയെ, ഒറ്റപ്പെട്ടു പോയെന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയെന്ന് വിചാരിച്ചുകൊണ്ട് ഇനി ഇങ്ങനെ ഞങ്ങളുടെ ഒടുങ്ങട്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിരാശയോടെ മദ്യപിച്ചവർ വീണ്ടും മദ്യപിക്കുകയും എങ്ങനെയെങ്കിലും അപകടം വന്ന് മരിക്കാൻ വേണ്ടി ആത്മഹത്യ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം കർത്താവെ, അവരെല്ലാം അനുഭവിക്കുന്ന മഹാസങ്കടങ്ങളെ കർത്താവിൻ്റെ കരുണ ചൊരിയുന്നത് പ്രാർത്ഥിച്ചു. അവരെ വീണ്ടെടുക്കണേ കർത്താവ്. അവിടെ യോഗ്യത കൊണ്ടല്ല കർത്താവ്, ലക്ഷോപലക്ഷം രക്തസാക്ഷികളും വേദസാക്ഷികളും ജീവിച്ച് സഭയുടെ വിശുദ്ധ സഭയുടെ വിജയസഭയുടെ ആ കൃപയുടെ യോഗ്യതയാൽ കർത്താവെ എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവർക്ക് നീ ആശ്വാസം അനുഗ്രഹം കൊടുത്തുകൊണ്ട് അവർ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവരുടെ മനസ്സുകൊണ്ട് എഴുന്നേൽക്കുകയും ഹൃദയം കൊണ്ട് ഉണർവുള്ളവരാകുകയും ശരീരം കൊണ്ട് അവരുടെ ജോലിയിലേക്ക് പുതിയ ജോലിയിലേക്ക് അവരെ പ്രവേശിക്കുകയും ചെയ്യാൻ ദൈവത്തിൻ്റെ സമാധാനം അവരുടെ ഹൃദയത്തെ സ്പർശിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ നീ സംരക്ഷിക്കപ്പെടട്ടെ. നമ്മൾ കർത്താവിൻ്റെ വചനം വായിക്കാൻ പോവുകയാണ്. ഇന്നത്തെ വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:34. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ കണ്ടത് കഴിഞ്ഞ ദിവസം കണ്ടത് 33-34 വായിച്ചോളൂ. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. അതെന്താ പ്രശ്നം? നാളത്തെ നമ്മുടെ അല്ല, ദൈവത്തിൻ്റെതാണ്. അതെനിക്ക് വിട്ടേക്കാൻ പറയണ പോലെയാണ് ഈശോ പറയണത്. നാളെ ദൈവത്തിൻ്റെതാണ്. ഇന്ന് നിനക്ക് ദൈവത്തോട് നിന്റെ ആകുലതകൾ, ഇന്നത്തെ ആകുലത മാത്രം അഡ്രസ് ചെയ്താൽ മതി എന്ന് ഈശോ പറയണം. നമ്മളങ്ങനെയല്ല. നമ്മൾ നാളത്തെ ആകുലതയും ഈ ആണ്ടത്തെ മൊത്തം ആകുലതയും അടുത്ത നൂറ്റാണ്ടിലെ ആകുലതയും കൂടിയാണ് ചോദ്യം നടക്കുന്നത്. നോൺസെൻസ്. കർത്താവ് എന്താ പറഞ്ഞിരിക്കണേ? ഇന്നത്തെ ആകുലത. ഈ ഡെയിലി ബ്രെഡിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഇന്നത്തെ വിഷയം. അതുകൊണ്ടാണ് ഇന്ന് കൈകാര്യം ചെയ്യണം. ഇന്ന് നിങ്ങൾ പോകുന്ന ഇടങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അതെല്ലാം ദൈവത്തിനെ വിട്ടേക്കാൻ. അപ്പം ദൈവത്തിന് അവിടെ പങ്കുണ്ട്. ഇപ്പം നിങ്ങളുടെ ഓഫീസിൽ പോയാലും, അത് ഇപ്പോൾ ലോൺ പാസ്സാക്കാൻ പോയാലും, ഒരു പാസ്പോർട്ട് ഇൻ്റർവ്യൂവിന് പോയാലും, ഒരു വിസ ഇൻ്റർവ്യൂവിന് പോയാലും അവിടെ ഒരു ദൈവത്തിൻ്റെ ദൈവക്കണമുണ്ട്, ഒരു ദൈവത്തിൻ്റെ പോർഷനുണ്ട്. എന്താ കാര്യം? ഇന്നത്തെ ആകുലതയാണ്. ഈശോ പറഞ്ഞതാണ് ഇന്നത്തെ ആകുലത മതിയെന്ന്. അപ്പോൾ ഇന്നത്തെ ആകുലത ഈശോയ്ക്ക് പരമേൽപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, ഇന്നത്തെ ഓരോ വിഷയവും. നീ ഇന്ന് തിരിച്ചു വന്ന് ചിലപ്പോൾ ഏത് സമയത്താണ് നീ വരണമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ നിനക്ക് യാത്രയുണ്ടെങ്കിൽ നീ തിരിച്ചു വരുന്ന കാലം ചിലപ്പോൾ രാത്രി തന്നെ. ഇന്ന് ചിലപ്പോൾ വൈകുന്നേരം രാത്രി 11 കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്, സന്ധ്യയ്ക്ക് വരുന്നവരുണ്ട്. അപ്പോൾ എപ്പോഴാണ് നീ തിരിച്ച് ഭവനത്തിലേക്ക് വരുന്നത്? നിൻ്റെ ആവശ്യം നിറവേറ്റിക്കൊണ്ട് അവിടെ എല്ലാം വേണ്ടി വരുന്ന കർത്താവിൻ്റെ ആവശ്യം, നിൻ്റെ ആവശ്യം അത് മാത്രം ആകുലതയായാൽ മതി. അത് മാത്രം പ്രാർത്ഥനയുടെ സബ്ജക്റ്റ് ആകണം. വെച്ചാൽ അതിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ
എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ വചനം കൂടെ കിട്ടുന്ന ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആകുലതകൾ സ്കീമിലുള്ളതാണെന്ന് അതിൻ്റെ അർത്ഥം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ പഞ്ചായത്തിലേക്ക് ചെല്ലുമ്പോൾ അവരെന്നാ പറയുന്നത്? സ്കീമില്ലെന്നല്ലേ പറയണേ. സാറേ ഞങ്ങൾക്കൊരു പശുവിനെ വേണം, അപ്പം അത് പറയാം, അത് പഞ്ചായത്ത് സ്കീം ബ്ലോക്കിൽ പോകുമ്പോൾ അത് സ്കീം ഉണ്ടെങ്കിൽ തരാൻ പറ്റത്തുള്ളവർക്ക്. കാരണം ഞങ്ങൾക്ക് ഹൗസ് മെയിൻ്റെനൻസ് വേണം, അവർ ഹൗസിന് വേണ്ടി സ്കീമുണ്ട്, മെയിൻ്റെനൻസ് സ്കീമില്ലെന്ന് പറയും. ഇതുപോലെ കർത്താവ് എന്താ പറയണത്? ഇന്നത്തെ ആകുലതയ്ക്ക് സ്കീമുണ്ടെന്നാണ് പറയണത്. ദൈവത്തിൻ്റെ പരിഗണനയിലുള്ള വിഷയമാണത്. അതാണെങ്കിൽ അന്നു വേണ്ട ആഹാരം ഈശോ പറഞ്ഞത്. നാളത്തെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്നല്ല, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. അപ്പം ഇന്ന് അത് ദൈവത്തിന് മനസ്സിൽ പരിഗണനയുള്ള സബ്ജക്റ്റാണ്. നിന്റെ റെക്കോർഡ് കാണിക്കുന്ന വിഷയമാണെന്ന് വിചാരിച്ചു. നീ കുറേ സൂത്രപ്പണിക്കടുത്ത് കാണിച്ചിട്ടുണ്ട്, സഭയില്ലാത്ത കൊണ്ട് വന്നതാണ്, വീട്ടിലെ വിഷയവും ഒക്കെ കൊണ്ട് വന്നതാണ്. പക്ഷെ നിന്നെ ദൈവം സേവ് ചെയ്യും. എന്താ കാര്യം? നീ ഉള്ളത് തുറന്ന് പറഞ്ഞു, കർത്താവ് എനിക്കിങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അവർ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ മകനെ നിന്റെ ആകുലതയുടെ കൂടെ ദൈവം നിൽക്കും, നിന്റെ ആകുലതയുടെ കൂടെ നിൽക്കും. അപ്പം അതുകൊണ്ട് എല്ലാ ആകുലതകളും കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കാനുള്ളതാണ്, അഭിഷേകത്തിനുള്ളതാണ് എൻ്റെ അർത്ഥം. എല്ലാ ആകുലതകളും അനുഗ്രഹത്തിനും അഭിഷേകത്തിനുള്ളതാണ്. നിനക്ക് ആകുലതയുണ്ടോ? നിനക്ക് അനുഗ്രഹത്തിന് അവകാശമുണ്ട്. അപ്പം ആകുലത സമർപ്പിച്ച് പ്രാർത്ഥനയാക്കി മാറ്റുക. സങ്കീർത്തനങ്ങൾ 73:25 സ്വർഗത്തിൽ അങ്ങല്ലാതെ എനിക്ക് ആരാണുള്ളത്? ഭൂമിയിലും അങ്ങയെ അല്ലാതെ മറ്റൊന്നിനെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പേര് രേഷ്മ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ഏപ്രിൽ 8 എൻ്റെ വീട് അങ്കമാലിയാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്, ഞാനൊരു നേഴ്സാണ്. അപ്പം എനിക്ക് അയർലൻഡിലേക്ക് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ഒരു ജോബിൽ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുകയും അവിടേക്ക് പോകാനുള്ള കുറേ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ആ തടസ്സങ്ങളെല്ലാം മാറി ഞാൻ അയർലൻഡിലേക്ക് പോവുകയും ഇവിടെ ഒരു വട്ടം വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തതാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മ എന്നെ വീണ്ടും ഈ അൾത്താരയിൽ കയറി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി രണ്ടാമതും ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അയർലൻഡിലെ ഒരു രജിസ്റ്റേർഡ് നേഴ്സാവാന്ന്. അതിനുവേണ്ടി ഒത്തിരി കടമകളുണ്ടായിരുന്നു. ആദ്യം തന്നെ OET എന്ന എക്സാം ക്ലിയർ ചെയ്യണം. അത് ഞാൻ ഉടമ്പടിയിലായിരുന്നതുകൊണ്ടും എല്ലാം ഞാൻ പഠിച്ചും പ്രാർത്ഥിച്ചും എല്ലാം ഞാൻ അവിടെ ആദ്യം എക്സാം എഴുതി. പക്ഷേ എനിക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്കോർ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ 1 ഇയർ കഴിഞ്ഞ് ഞാൻ ഇവിടെ ആനുവൽ ലീവിന് വന്നപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ഞാൻ വീണ്ടും എക്സാം എഴുതി. പക്ഷേ അപ്പോഴും എനിക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്കോർ കിട്ടുകയും ചെയ്തില്ല. പിന്നീട് ഞാൻ തിരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുതലും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞങ്ങൾക്ക് അവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആണെങ്കിലും 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫാമിലീനെ കൊണ്ടുപോകാം, ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നെങ്കിലും എൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ എൻ്റെ വിഷമം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ വഴി 33 ദിവസത്തെ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യാനിടയായി. അതിൽ ആ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് ഞാനൊരു വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ട്രൂ ഡിവോഷൻ ടു മേരി എന്ന പുസ്തകം വായിക്കാനിടയായി. ആ പുസ്തകത്തിൽ എൻ്റെ മനസ്സിൽ ഒത്തിരി ഡൗട്ടുകളുണ്ടായിരുന്നു. ഞാൻ എന്തിനാ മാതാവിനോട് ഇത്രയും പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഇത്രയും കൊന്ത് ചെല്ലുന്നത്, ദീപികാരനെ എഴുന്നള്ളിച്ചേക്കുമ്പോൾ എന്തിനാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്? ആ ഡൗട്ട്സുകളെല്ലാം എൻ്റെ മാറി. ഞാൻ മാതാവിനെ സ്നേഹിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ സ്വന്തം അമ്മയായിട്ട് മാതാവിനെ സ്വീകരിച്ചു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിനെ പോലെ കൊണ്ടുകിടക്കാൻ തുടങ്ങി. അന്ന് മുതലും എനിക്ക് മനസ്സിലായി എൻ്റെ ഉടമ്പടിയിൽ ഒത്തിരി കുറവുകളുണ്ടായിരുന്നു. ഞാൻ എല്ലാ ആഴ്ചയും അച്ഛൻ്റെ ധ്യാനം കാണാറില്ല. എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രമായിരുന്നു ഞാൻ ധ്യാനം കാണാറുള്ളൂ. പിന്നെ എല്ലാ ദിവസവും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ചു തുടങ്ങിയപ്പം ഞാനിവിടെ ആദ്യം പറഞ്ഞ വചനം എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. സങ്കീർത്തനങ്ങൾ 73:25 ആ വചനം എനിക്ക് നിത്യതയെക്കുറിച്ച് എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അതെല്ലാം എന്നെ മനസ്സിലാക്കി തന്നു. അങ്ങനെ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തോട് കൂടി ആയിരിക്കുമ്പം അപ്പം ഞാൻ അന്ന് മുതലേ ഞാൻ വിചാരിച്ചു ഇനി OET എക്സാം ഒന്നും എഴുതണ്ട, ഇപ്പോൾ ഒരു ജോലി ഉണ്ടല്ലോ, ആ ജോലിയിൽ തന്നെ തുടർന്ന് പോകാമെന്ന് തന്നെ വിചാരിച്ചു. എങ്ങനെയെങ്കിലും ഫാമിലീനെ കൊണ്ടുവരണം, അത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തോന്നും പെട്ടെന്ന് ആനുവൽ ലീവ് എടുത്ത് നാട്ടിൽ പോയി എക്സാം എഴുതുന്ന ഇങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതെൻ്റെ വെറുതെ ഒരു തോന്നലായിരുന്നു. അപ്പം എനിക്ക് എപ്പോൾ എന്തെങ്കിലും
ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ബൈബിൾ തുറന്ന് വായിക്കും. അപ്പോൾ എനിക്കൊരു വചനം കിട്ടിയതാണ് സങ്കീർത്തനങ്ങൾ 126. അപ്പോൾ ആ ആഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ വിശദീകരിച്ച് പറഞ്ഞ വചനം അതുമായിരുന്നു, സങ്കീർത്തനം 126 കുറിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നാട്ടിൽ വരാനും എക്സാം എഴുതാനും. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. ഞാൻ വീട്ടിലേക്ക് പോയില്ല, ഞാൻ ഹോസ്റ്റലിൽ പോയി തന്നെ OET പഠിച്ചു. 1 മാസമായിരുന്നു ലീവ്. ഞാൻ അങ്ങനെ 3 ആഴ്ച ഹോസ്റ്റലിൽ നിന്ന് OET പഠിച്ച് എക്സാം എഴുതുമ്പോഴും ഞാൻ അവിടെ പഠിക്കുമ്പോഴും ഒക്കെ എനിക്ക് മാതാവിൻ്റെ ഒത്തിരി പ്രസൻസ് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും സ്വപ്നം കാണുമായിരുന്നു മാതാവിൻ്റെ അടുത്ത് എക്സാം എഴുതുന്ന സമയത്തൊക്കെ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു, ഉടമ്പടി കാശുരൂപം ധരിച്ചിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതി. അപ്പം എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായി എക്സാം പാസ്സായി കഴിഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് തിരിച്ചു പോകാം. ഇനി എന്നാ വരുന്നത് അങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ റിസൾട്ട് വരണമെന്ന് ഇവിടെ വന്നു, പക്ഷേ എൻ്റെ റിസൾട്ടൊന്നും വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. ഇനി ഞാൻ വരുമ്പോൾ അമ്മ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് 2 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ റിസൾട്ട് വന്നത്. അപ്പം അങ്ങനെ വരാൻ കാരണം ആ റിസൾട്ട് ക്വാളിറ്റി അഷുറൻസ് ചെക്കിന് പോയായിരുന്നു. അപ്പം അങ്ങനെ പോകുന്ന റിസൾട്ട്സിലൊന്നും ജയിക്കാനുള്ള സാധ്യതകളില്ലാത്ത റിസൾട്ട്സാണ്. പക്ഷേ എനിക്ക് മാതാവ് ആ റിസൾട്ടിൽ എനിക്ക് അയർലൻഡ് സ്കോർ തന്ന് അമ്മേനെ അനുഗ്രഹിച്ചു. അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 37:4 ദൈവത്തിൽ ആനന്ദിക്കും, അവിടെ നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഈശോയ്ക്കും മാതാവിനും 1 കോടി നന്ദി പറയുന്നു. അത് കഴിഞ്ഞിട്ട് OET എക്സാം എഴുതുക മാത്രമല്ലായിരുന്നു കടമ്പ, അവിടുത്തെ ഒത്തിരി പ്രോസസ്സ് ഉണ്ടായിരുന്നു. ആ പ്രോസസ്സിൻ്റെ സമയത്ത് എൻ്റെ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കാണാതാവുകയും ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ ഒത്തിരി വിഷമിച്ചു. ആ സമയത്ത് ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ പോസ്റ്റ് BC എക്സാം പാസ്സായത് 2018-ലാണ്. 2019 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് അവർ അയച്ചിരുന്നു, പക്ഷെ അതെൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. എനിക്ക് ആ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്രോസസ്സിങ്ങിൻ്റെ സമയത്താണ് ഞാൻ അറിയുന്നത് അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് തന്നെ. അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു നാട്ടിൽ നീ ഉണ്ടായാൽ മാത്രമാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്ന്. അങ്ങനെ ഒരു കിട്ടാൻ സാധ്യതയില്ലാത്ത സർട്ടിഫിക്കറ്റായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് മാധവനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിരുന്നു എൻ്റെ മേമ താമസിക്കുന്ന അമ്മ. മനുഷ്യരിലൂടെ മാതാവ് എനിക്ക് ഞാനില്ലാതിരുന്നിട്ടും മാതാവ് എനിക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ശരിയാക്കി തരികയും എനിക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടുകയും ചെയ്തു. ആ രജിസ്ട്രേഷൻ കിട്ടുന്ന സമയത്ത് ഒരു എക്സാം ഉണ്ടായിരുന്നു, RCSI എക്സാം എന്ന് പറഞ്ഞിട്ട്. അതിന് 14 സ്റ്റേഷൻസ് ഉണ്ട്. അപ്പം എനിക്ക് എപ്പോഴും മാതാവ് ഈശോയും സംസാരിക്കാറ് ബൈബിളിലൂടെയായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് വചനം തോന്നപ്പോൾ എനിക്ക് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള 5ഉം 6ഉം അധ്യായങ്ങളാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു നെക്സ്റ്റ് എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് ഒക്ടോബർ 5ഉം 6ഉം ആയിരുന്നു. അങ്ങനെ ഞാൻ ആ എക്സാം ഡേറ്റ് എടുക്കുകയും എക്സാം എഴുതുകയും ചെയ്തു. എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു 3 എന്ന സംഖ്യ മനസ്സിൽ വരുമായിരുന്നു. അപ്പം എനിക്കറിയില്ല അതെന്തായിരുന്നു. അപ്പം ഞാൻ എക്സാം എഴുതി. എക്സാം എനിക്ക് ഒത്തിരി സ്റ്റേഷൻസ് ഭയങ്കര ടഫായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം ദൈവം ആഗ്രഹിച്ച പോലെ തന്നെ 3 എന്നുള്ള സംഖ്യ എന്നത് ഞാൻ ആ 3 സ്റ്റേഷൻസ് ഫെയിലായി. അപ്പം നമുക്ക് 2 പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്യാം. അങ്ങനത്തെ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ നേർച്ച വസ്തുക്കൾ വീണ്ടും ശക്തമായി ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ RCSI എക്സാം പാസ്സായി. എനിക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടി. 2024 ഒക്ടോബർ 29 എനിക്ക് അയർലൻഡിലെ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ രജിസ്ട്രേഷൻ കിട്ടിയെങ്കിലും ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതൊരു പ്രയാസമുള്ള കാര്യമായിരുന്നു. ഞാൻ അപ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഉടമ്പടിയിലാണ്, മാതാവ് ഈശോ എന്നെ സഹായിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മൊത്തം ഈശോ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് എനിക്ക് ജോലി കിട്ടണം എന്നായിരുന്നു. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ വലുതായിരുന്നു. അവിടുത്തെ ഗവൺമെൻറ് കിട്ടണം, ഹോസ്പിറ്റലിൽ കിട്ടണം, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹങ്ങളിലും. ഞാൻ മറുപുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഈശോ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് എനിക്ക് ജോലി കിട്ടണമെന്നായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നീ റിസൈൻ ചെയ്യണം എന്നിങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പൊട്ടബുദ്ധിക്ക് അങ്ങനെ തോന്നണമായിരിക്കും എന്ന് വെച്ച് ഞാനത് വിട്ടു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് വചനം തുറന്നപ്പോൾ വീണ്ടും എനിക്ക് കിട്ടിയ വചനമാണ് സങ്കീർത്തനം 126. ആ സങ്കീർത്തനം 126 പറയുന്നത് മൊത്തം പ്രവാസികളുടെ സങ്കീർത്തനത്തെക്കുറിച്ചാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ എന്തെങ്കിലും എനിക്ക് കാണാതെ അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നത്തില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ലോട്ടിട്ടു yes no എന്ന് പറഞ്ഞു. അതിലെനിക്ക് yes എന്നുള്ളത് കിട്ടുകയും ഞാൻ വീണ്ടും അത് ബൈബിളിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ റിസൈൻ ചെയ്ത് നിന്നില്ല. വീണ്ടും 1 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ജോലിയുടെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ പ്രാർത്ഥിച്ചു ഈശോ എന്താ ആഗ്രഹിക്കണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ബൈബിൾ തുറന്നപ്പം എനിക്ക് ആ yes എന്നുള്ള ലോട്ട് കിട്ടി. അപ്പോൾ ഞാൻ ആരോടും പറഞ്ഞില്ല, എൻ്റെ കൂട്ടുകാരോടും എൻ്റെ വീട്ടുകാരോടും ആരോടും പറയാതെ ഞാൻ പോയി റിസൈൻ ചെയ്തു. ഞാൻ നാട്ടിൽ ജനുവരി
22 നാട്ടിലിവിടെ വരികയും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ചെയ്തു. അപ്പം എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ നഴ്സായിട്ടുള്ള ജോലി കിട്ടണം, എൻ്റെ ഹസ്ബൻഡിന് വിസ കിട്ടണം, അങ്ങനെ ഒത്തിരി ഫിസിക്കൽ വേവേഴ്സ് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ അത് മാതാവിന് വിട്ടുകൊടുത്തിട്ട് മാതാവിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ അതിലെല്ലാം എഴുതി വെച്ചു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കണം, അങ്ങനെ ഞാൻ എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ പോയി 1 മാസം കഴിഞ്ഞപ്പം എന്നിട്ടും എനിക്ക് ജോലിയുടെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഞാൻ ഈശോയുടെ ആഗ്രഹം എന്താണോ അത് നടക്കട്ടെ. അപ്പം എനിക്കറിയായിരുന്നു ഉറപ്പായിട്ട് ഈശോ എന്നെ സഹായിക്കും, എനിക്ക് വേണ്ടത് തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നെങ്കിലും ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തായിരുന്നു. അത് ഞാൻ എടുത്തായിരുന്നത് മാർച്ച് 26-ാം തീയതി ആയിരുന്നു. അതെന്തുകൊണ്ട് എടുത്തതെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടായിരുന്നു വന്നത്. അങ്ങനെ മാർച്ച് ഞാനപ്പം ഈ സമയത്തൊക്കെ എനിക്കറിയാവുന്ന എല്ലാ ഹോസ്പിറ്റൽസിലേക്കും എല്ലാ നഴ്സിംഗ് ഹോമിലേക്കും ഞാൻ എൻ്റെ CV അയച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ മാർച്ച് 4-ാം തീയതി ഉടമ്പടി പുതുക്കി ഇവിടെ നിന്ന് പോയി 1 മാസം കഴിഞ്ഞ് മാർച്ച് 4-ാം തീയതി ഞാനൊരു നഴ്സിംഗ് ഹോമിലേക്ക് എൻ്റെ CV അയക്കുകയും അവരപ്പോൾ തന്നെ എന്നെ വിളിച്ചു. ഞങ്ങൾക്കിവിടെ നഴ്സിംഗ് വേക്കൻസി ഉണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ച് ഞാൻ ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവരപ്പം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ തരികയും ചെയ്തു. അങ്ങനെ മാർച്ച് 20-ാം തീയതി ഓഫർ ലെറ്ററൊക്കെ കിട്ടി. ഞാൻ ക്രിട്ടിക്കൽ അവിടുത്തെ ഒരു പെർമിറ്റ് വേണം അവിടുത്തെ ജോബ് ലഭിക്കണമെങ്കിൽ. ആ ക്രിട്ടിക്കൽ പെർമിറ്റിന് അപ്ലൈ ചെയ്തു. അപ്പം ക്രിട്ടിക്കൽ പെർമിറ്റ് കിട്ടാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു 2 വീക്സ് എങ്കിലും എടുക്കും അതിൻ്റെ പ്രോസസ്സ്. മിനിമം 2 വീക്സ് ആണ് ക്രിട്ടിക്കൽ പെർമിറ്റ് വേണ്ടത്. അവിടുത്തെ ജോലി കൺഫേം ആക്കാനുള്ളതാണ് ക്രിട്ടിക്കൽ പെർമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പണ്ടത്തെ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തു. എൻ്റെ പെർമിറ്റ് കഴിഞ്ഞു. അതുകൊണ്ടാണ് അടുത്ത പെർമിറ്റിന് പുതിയ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ പുതിയ പെർമിറ്റ് വേണം. അങ്ങനെ ആ ക്രിട്ടിക്കൽ പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു. അത് മാർച്ച് 20-ാം തീയതിയാണ് അപ്ലൈ ചെയ്തത്. ഒരു സാധ്യതകളും ഇല്ലാതിരുന്നിട്ടും ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. 4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എൻ്റെ ആഗ്രഹമായിരുന്നു മാർച്ച് 26-ാം തീയതി മുമ്പ് എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന്. അതുകൊണ്ട് എൻ്റെ ജോലി കൺഫേം ആക്കാൻ വേണ്ടി ദൈവം മാതാവ് എനിക്കത് ചെയ്തു തന്നു. എനിക്ക് എൻ്റെ ക്രിട്ടിക്കൽ പെർമിറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നു. അങ്ങനെ എൻ്റെ ജോലി കൺഫേമായി. അടുത്ത് എൻ്റെ ഒരു നിയോഗം വരുന്നു, എൻ്റെ ഹസ്ബൻഡിനുള്ള വിസ. അപ്പോൾ ഞാനിവിടെ വന്ന് കഴിഞ്ഞ ജനുവരി 22-ന് വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ നിയോഗം വെച്ചില്ലായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിന് ദൈവം ചെയ്തു തരുന്നുള്ള വിശ്വാസം കൊണ്ട് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പം ഞാൻ ഓൾറെഡി അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ പണ്ടത്തെ പെർമിറ്റ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തത് ഫെബ്രുവരി 6-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ റിസൈൻ ചെയ്ത് വന്നതുകൊണ്ട് എൻ്റെ പണ്ടത്തെ പെർമിറ്റ് ഫെബ്രുവരി 20-ാം തീയതി ക്യാൻസലായി. അപ്പം എനിക്കവിടെ ജോലിയില്ല. എനിക്ക് ഹസ്ബൻഡിന് ഞാൻ ഫെബ്രുവരി 6-ാം തീയതിയാണ് വിസയ്ക്ക് വെച്ചത്. ഫെബ്രുവരി 20-ാം തീയതി വിസ ക്യാൻസലായി, എൻ്റെ പെർമിറ്റ് ക്യാൻസലായി. അതാണ് വിസയ്ക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ ഡോക്യുമെൻറ്റ്. അതെൻ്റെ ക്യാൻസലായി കഴിഞ്ഞാൽ വിസ കിട്ടുന്നില്ല, അത് ഉറപ്പാണ്. അത്രയും ഉണ്ടായിരുന്നിട്ടും ദൈവം എനിക്ക് മാർച്ച് 11-ാം തീയതി എൻ്റെ ഹസ്ബൻഡിന് എനിക്ക് വിസ അപ്രൂവ് ആക്കി തന്നു. എൻ്റെ ഹസ്ബൻഡ് വിസ തന്നു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അടുത്തെൻ്റെ ഒരു നിയോഗമായിരുന്നു. ഞാൻ ആദ്യമൊക്കെ ഉടമ്പടി എടുത്തപ്പം ഞാൻ എഴുതി വെച്ചിരുന്ന നിയോഗമായിരുന്നു എൻ്റെ ചേച്ചിക്കും എനിക്കും ഒരു വീട്. ചേച്ചി 2 വർഷം വാടക വീട്ടിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ ചേച്ചിയുടെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കുകയും അവിടെ പോയിരുന്നു പ്രാർത്ഥിച്ചതിന് ചെയ്ത ഫലമായി ചേച്ചിക്ക് ഇപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള വീട് ലഭിച്ചു. ഞങ്ങളിപ്പോഴും വാടക വീട്ടിലാണ് കഴിയുന്നത്. ഞങ്ങളുടെ വീട് ഇപ്പോൾ വാർക്ക വരെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ ആഗ്രഹം ദൈവം സാധിച്ചു തന്നു. ദൈവത്തിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ എപ്പോഴും ഈശോയുടെ പ്രസൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയൊരു സാക്ഷിയാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയപ്പം ആദ്യമായിട്ട് പോയപ്പം അവിടെ അക്കോമഡേഷൻ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ ആദ്യത്തെ 1 മാസത്തെ അക്കോമഡേഷൻ എനിക്ക് കമ്പനി തന്നു. 1 മാസം കഴിഞ്ഞിട്ട് എനിക്ക് അക്കോമഡേഷൻ മാറുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ നമ്മൾ അക്കോമഡേഷൻ ചേഞ്ച് ചെയ്യുമ്പം നമ്മൾ അക്കോമഡേഷൻ്റെ ചാർജും പിന്നെ അഡ്വാൻസും കൂടിയും ഒരു വലിയ തുക കൊടുക്കേണ്ടി വരും. അത്രയും പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പം എടുക്കാൻ. വീട്ടുകാരും പറയാൻ എനിക്ക് പേടിയായിരുന്നു, സങ്കടമായിരുന്നു, അവരുടെ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എന്നെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാനപ്പം എവിടെ പോയാലും എവിടെ അടുത്ത് പള്ളിയുള്ളതെന്ന് നോക്കും. എന്നിട്ട് എല്ലാ ദിവസവും പറ്റുന്ന പോലെ ഞാൻ കുർബാനയ്ക്ക് പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ ഇംഗ്ലീഷ് കുർബാന ഇതുപോലെ ഒരു ദിവസം ഞായറാഴ്ച കുർബാനയ്ക്ക് പോയപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ മാതാവിൻ്റെ സ്റ്റാച്ചു നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കുർബാന കഴിഞ്ഞതുപോലും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ കുർബാന കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾക്ക് ടീ ഉണ്ട് എല്ലാവർക്കും. ആ ടീയുടെ സമയത്ത് ഒരു മലയാളി ചേച്ചി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. അങ്ങനെ ചേച്ചി വന്ന് സംസാരിച്ച് ആ ചേച്ചീൻ്റെ നമ്പർ മേടിച്ചിട്ട് പോയി.
നമ്പർ മേടിച്ചിട്ട് പോയി കഴിഞ്ഞപ്പം ചേച്ചി ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിളിച്ചു. ചേച്ചി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എടി എന്നെ നിന്നെ മാതാവ് സഹായിക്കണം എന്ന് പറയണം, നിനക്ക് എന്താ വിഷമമുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് അത് ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പിന്നീട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഇത്രയും പൈസയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കണ്ട, മാതാവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. എന്നെ അറിയാത്തൊരു ചേച്ചി ആ സമയത്ത് എനിക്ക് 1 ലക്ഷം രൂപയോളം തന്ന് സഹായിച്ചു. എൻ്റെ അക്കോമഡേഷൻ അങ്ങനെ ശരിയാവുകയും ചെയ്തു. മാതാവിൻ്റെ ഇടപെടൽ മൂലമാണ് അപ്പോൾ ആ സമയത്ത് ആ ചേച്ചി എന്നെ സഹായിക്കുകയും എനിക്ക് എൻ്റെ അക്കോമഡേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുകയും ചെയ്തത്. അതിന് മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. അതിനുശേഷം എനിക്ക് എപ്പോൾ എന്ത് സങ്കടം ഉണ്ടായാലും എൻ്റെ കൂട്ടുകാർ എപ്പോഴും എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ക്യാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് വഴി എൻ്റെ കൂട്ടുകാർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ റൂംമേറ്റായിട്ട് വന്നായിരുന്നു. അവൾ RCX എക്സാം, അവളൊരു അക്രൈസ്തവയായിരുന്നു. ഇതുപോലെ തന്നെ അയർലൻഡിൻ്റെ രജിസ്റ്റേർഡ് എക്സാം അവൾക്ക് ഭയങ്കര ടഫായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം അവൾ 8 സ്റ്റേഷൻ ഫെയിലായി. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിക്കാൻ, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അവൾക്ക് വേണ്ടി ക്യാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ 8 സ്റ്റേഷനും പാസ്സായി. അവൾക്ക് രജിസ്ട്രേഷൻ കിട്ടി, അവളുടെ ജോലി ഓക്കെ ആയി. അങ്ങനെ ക്യാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് വഴി എൻ്റെ കൂട്ടുകാർക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടെ വന്നാലും പത്രം മേടിച്ച് ഈശോയെ മാതാവെ അറിയാത്ത ആൾക്കാർക്ക് കൊടുക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇടുക്കിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അവിടെ അക്രൈസ്തവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയി പത്രം കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ മാമലക്കണ്ടെന്ന് പറഞ്ഞ അക്രൈസ്തവർ കൂടുതൽ താമസിക്കുന്ന സ്ഥലത്ത് പോയി ഞാൻ പത്രങ്ങൾ കൊടുക്കുകയും പിന്നെ മൂന്നാറിലുള്ള ലയങ്ങളിലെല്ലാം കൊണ്ടുപോയി ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി ഞാൻ എപ്പോഴും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കാരുണ്യഭവൻ എന്ന് പറഞ്ഞ സ്ഥലം, പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ കാരുണ്യഭവൻ എന്ന സ്ഥലത്ത് ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ പോകാറുണ്ട്. എനിക്ക് പറ്റുന്ന സമയങ്ങളെല്ലാം അവിടെ പോയി ഹെൽപ്പ് ചെയ്യുകയും അവരെ സഹായിക്കുകയും ചെയ്യാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഈ ഉടമ്പടി എന്താണെന്നും ഈ സ്വർഗീയ വിരുന്നിലേക്ക് എന്നെ ക്ഷണിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരുപടി നന്ദി പറയുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എന്താ ആഗ്രഹം പറഞ്ഞ് ബൈബിൾ തുറന്നാലും അതിലൂടെ ഈശോനോട് സംസാരിക്കാറുണ്ട്. വചനത്തിലൂടെ ഈശോ എപ്പോഴും എന്നോട് സംസാരിക്കാറുണ്ട്. പിന്നെ ഞാൻ ഈ 2.5 വർഷത്തെ കാലം ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ അപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ മാതാവായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനെ കൊണ്ടുപോകണം എല്ലായിടത്തും പോയിരുന്നത്. ഷോപ്പിങ്ങിന് പോയാലും പച്ചക്കറി പിടിക്കാൻ പോയാലും ബ്യൂട്ടി പാർലറിൽ പോയാൽ പോലും ഞാൻ മാതാവിനെ കൊണ്ടായിരുന്നു പോയിരുന്നത്. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരിയായി അമ്മയായിട്ട് മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഈശോ എന്നോട് വചനത്തിലൂടെ സംസാരിക്കും. പക്ഷേ ചിലപ്പോഴൊക്കെ എൻ്റെ മാനസിക ബുദ്ധിക്ക് ഞാൻ ചിന്തിക്കും, ഈശോ തന്നെയാണത് സംസാരിക്കണം എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ അതെല്ലാം ഈശോ ആഗ്രഹിച്ച പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇപ്പം നടന്നു. അങ്ങനെ ഈശോ ആഗ്രഹിച്ച പോലെ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ ലഭിക്കുകയും എനിക്ക് ജോലി ശരിയാവുകയും ചെയ്തു. ഞാനിപ്പം മാർച്ച് 26-ാം തീയതി ഞാൻ കയറിപ്പം ഹസ്ബൻഡ് അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ കയറി വരും. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തുറഞ്ഞ് എന്നെ വീണ്ടും അമ്മയുടെ പ്രതിഷേധത്തിന് സാക്ഷിയാക്കി മാറ്റിയ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 17:8 കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. രേഷ്മ ജോയി തനിക്ക് ജോലി ലഭിച്ചതും തൻ്റെ ഹസ്ബൻഡിന് ഹസ്ബൻഡിന് വിസ ലഭിക്കുന്നതും തനിക്ക് അവിടെ അയർലൻഡിൽ താൻ പോകുന്നതിന് മുൻപ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയ മകളാണ്. കെയർ വിസയ്ക്ക് അവിടെ പോയി അതിനുശേഷം തനിക്കൊരു സ്റ്റാഫ് നേഴ്സാണ്, താൻ സ്റ്റാഫ് നേഴ്സായിട്ടാണ് പഠിച്ചിറങ്ങിയത്. അപ്പോഴവിടെ ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ലഭിക്കണം അയർലൻഡിൽ, ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. എന്നാൽ കെയർ വിസയ്ക്ക് പോയ ഈ മകൾക്ക് അത് പിന്നീട് അവിടെ OET എക്സാം എഴുതണം, അവിടുത്തെ എക്സാം പാസ്സാകണം, അങ്ങനെയൊക്കെയുള്ള പല കടമ്പകളാണ് തൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തനിക്ക് ഒന്നും വ്യക്തമല്ല തൻ്റെ ജീവിതത്തിൽ എന്താണ് അടുത്ത ക്ഷണത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോഴും തൻ്റെ ഉടമ്പടിയിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഈ മകൾ മുമ്പോട്ട് പോകുന്നതും അങ്ങനെ OET എക്സാം അതുപോലെ അവിടുത്തെ എക്സാം അതൊക്കെ പാസ്സായി തനിക്കൊരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഇന്ന് ജോലി ലഭിച്ച കാര്യമാണ് പറയുക. അതിനൊരു ഡേറ്റൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. മാർച്ച് 26-ന് മുൻപ് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം. മാർച്ച് 26-ന് ശേഷമാണ് ഈ മകൾ തിരികെ പോകുന്നത്. അപ്പോൾ അതിന് മുൻപേ ടിക്കറ്റൊക്കെ എടുത്തു വെച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ട് തനിക്കതിന് സാധിക്കും, പരിശുദ്ധ അമ്മ തന്നെ സഹായിക്കുമെന്നുള്ള ഉത്തമമായ ബോധ്യത്തിലൂടെ ഈ മകൾ നടത്തിയ ഒരു യാത്രയും അതിൻ്റെ പര്യവസാനവുമാണ്. കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം എങ്ങനെയാണ് നമ്മെ സംരക്ഷിക്കുന്നത്, കാത്തു പരിപാലിക്കുന്നത്, അതിന്
തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നിരത്തിവെച്ച് രേഷ്മ ഇന്ന് നമ്മോട് സംസാരിക്കുന്നു. തനിക്ക് ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു അവിടെ. അതുപോലെ തനിക്കൊരു രജിസ്ട്രേഷൻ 18 പാസ്സായ മകളാണ് നേഴ്സിംഗ്. അതിനുശേഷം തനിക്കൊരു സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അയച്ചു. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് താൻ കൈപ്പറ്റിയില്ല. 2024 ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും അത് വേണമെന്നുമൊക്കെ ഈ മകൾ ചിന്തിക്കുന്നത്. തൻ്റെ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അത് യൂണിവേഴ്സിറ്റിയിലില്ല. എന്നാൽ തനിക്കതൊക്കെ എങ്ങനെയാണ് അമ്മയുടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് കഴിയുമ്പോൾ അത് ലഭിക്കുന്നത്. അതുപോലെ തനിക്ക് അവിടെ കെയർ ഹോമിലുള്ള ജോലി അത് റിസൈൻ ചെയ്തൊക്കെ ഇവിടെ വരുവാൻ അത് ആരോടും പറയുന്നില്ല. ഈശോയോട് മാത്രം ഈശോ സംസാരിക്കുന്നത് കേൾക്കുന്നു, ഈശോയോട് സംസാരിക്കുന്നു. ബൈബിളിലൂടെ തനിക്ക് കിട്ടുന്ന ബോധ്യങ്ങൾ, ആ ബോധ്യങ്ങൾക്കനുസൃതമായിട്ട് ജോലി റിസൈൻ ചെയ്ത് വരികയാണ്. ഇതൊക്കെയാണ് ഒരു എടുത്തുചാട്ടം. എങ്ങോട്ടാണ് എടുത്തു ചാടുക? കർത്താവിൻ്റെ കരങ്ങളിലേക്ക്. അത് പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ ദൈവിക പദ്ധതിയാണോ, ദൈവിക പദ്ധതിയുടെ ഭാഗമാണോ എന്ന് ഒരു ചഞ്ചല ചിത്തരായിരിക്കുന്നവർക്ക് അതിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സാക്ഷ്യങ്ങളൊക്കെ എഴുതി താൻ ടിക്കറ്റുമൊക്കെ എടുത്ത് ഇന്ന ദിവസം എനിക്ക് വന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കണം എന്നൊക്കെയുള്ള ഒരു നിശ്ചയദാർഢ്യം. ഇതൊക്കെ ദൈവം നമുക്ക് നൽകുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ കിട്ടും. എന്നാൽ വരുന്ന ദൈവിക പദ്ധതികളെ ഒന്നും നിരസിക്കാതെ അത് ദൈവം നമുക്ക് നൽകുന്നത് തന്നെയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം താൻ എന്തൊക്കെയാണ് ചെയ്തത്, ലയങ്ങളിലൊക്കെ പോയി, മൂന്നാറിലും അതുപോലെ മറ്റ് ഇടുക്കിയുടെ പല പ്രാന്തപ്രദേശങ്ങളിലുമൊക്കെ പോയി താൻ കൃപാസന പത്രം കൊടുക്കുന്നു. കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് ചെയ്യുക. നമുക്ക് ഉടമ്പടി ജീവിതമെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടിയുടെ കണ്ടൻറ്റുകളായിട്ട് പല കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. അതിൽ ശുഭമായ ഒരു പദ്ധതി നമുക്ക് വേണ്ടി തയ്യാറാക്കിയ ദൈവത്തിൻ്റെ ഒരു അനുഭവവും കൂടി അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ വിവരിക്കുകയുണ്ടായി. അതായത് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന പദ്ധതി ശുഭമാണ്. അത് നേടിയെടുക്കേണ്ടതും ആ ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് തന്നെ ആ ശുഭമായ പദ്ധതിക്ക് നമ്മെ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ട്, അതിന് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച്, പരിശുദ്ധാരൂപിയോട് കൂട്ടുചേർന്ന് അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ സ്വീകരിച്ച് കൃപകൾ നേടുമ്പോഴാണ് ഇവിടെ വന്ന് നമുക്ക് സാക്ഷ്യം പറയുവാനായിട്ടാകുക. അങ്ങനെ തനിക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു തൻ്റെ ജീവിതത്തിൽ. അമ്മ കൂടെയുണ്ട്, ഒരു കൂട്ടുകാരിയെ പോലെ, സ്വന്തം അമ്മയെ പോലെ. ഞാൻ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ അമ്മയെയാണ് കൊണ്ടുപോവുക. എൻ്റെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ഫാമിലി ഇല്ല അയർലൻഡിൽ. അപ്പോൾ തനിക്ക് പിന്നീട് എങ്ങനെയാണ് താൻ അറിയില്ലാത്ത ഒരു മകള് തനിക്ക് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ തനിക്ക് വേണ്ടിയിട്ട് തരുന്നു. അമ്മ എന്നോട് പറഞ്ഞു നിന്നെ സഹായിക്കണമെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചിന്തിക്കുന്നവർ അവരുടെ ചിന്തകൾ മാത്രം ബാക്കിയാകും. എന്നാൽ കർത്താവിനെ അറിവ് തിരിച്ചറിവായി ഇന്നിവിടെ വന്ന് ഓരോ മക്കളും സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവരനുഭവിച്ച ദൈവസ്നേഹമാണ്. വീണ്ടും തൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. തൻ്റെയും തൻ്റെ ചേച്ചിയുടെയും ഭവന നിർമ്മാണം, അതിനെക്കുറിച്ചൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. താൻ മൂലം തൻ്റെ കൂട്ടുകാർക്കൊക്കെ എങ്ങനെയാണ് കൃപാസന മാതാവിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിത അവസാനം വരെ, നിത്യത വരെ താൻ ഈ ഉടമ്പടിയിൽ ജീവിക്കാനായിട്ടുള്ള സന്നദ്ധയാണെന്നും അതിൽ തനിക്ക് അതൊരു സൗഭാഗ്യമായിട്ട് രേഷ്മ ഇന്ന് കാണുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ കാക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.